ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന സെക്ഷൻ്റെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിനെ സ്പീഡ് റൺ ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഓൾറെഡി ക്വസ്റ്റ്യൻസിനെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിഫറൻഷിയേഷനിലേക്ക് കയറാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഒരു ഫംഗ്ഷൻ്റെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ a എന്ന് പറയുന്ന പോയിന്റിൽ x = a ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ നമ്മളതിന് രണ്ടാൾക്കാർ ഈക്വൽ എന്ന് പറയണം. ദാറ്റ് ഈസ് LHD ആൻഡ് RHD. LHDനെ നമ്മൾ വിളിക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, RHDനെ നമ്മൾ വിളിക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. ഈ രണ്ടും ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂസ് ആണ്. ഈ രണ്ട് ലിമിറ്റുകളും ഈക്വലായാൽ മാത്രമേ നമ്മൾ പറയൂ f' എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിൽ LHDയുടെ വാല്യൂ ആണ് ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(a) - f(a - h) by h. RHDയുടെ വാല്യൂ ആണ് ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(a + h - f(a) ഡിവൈഡഡ് ബൈ h. ഓക്കെ അല്ലേ? ഒന്ന്. രണ്ടാമത്തെ കേസ്, അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയൂ f' എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ കേസ്, ഈ f'(x)നെ തന്നെയാണ് നമ്മൾ d/dx of f(x) എന്ന് പറയും. അപ്പോൾ ബേസിക്കലി ഈ ഒരു സെക്ഷൻ്റെ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ മതി. ഇത് കൂടാതെ പിന്നെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് നല്ലതായിട്ടുണ്ടാവണം. അതായത് sin x, cot x, tan x, x⁻n അങ്ങനത്തെ സംഭവങ്ങളില്ലേ, 1/x, log x, അങ്ങനത്തെ കാര്യങ്ങളുടെ ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ട് നല്ല ബോധം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. So moving on to the first question. Examine the differentiability of the function f where f is defined by f(x) is equal to x greatest integer of x if x is between 0 and 2 and x - 1 times x if x is between 2 and 3. It's a good question for a start. So നമുക്ക് ആദ്യം നമ്പറിലേയും കൺസിഡർ ചെയ്യാം. ഇവിടെ ചെറുതായിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളെന്ന് പറയുന്നത് ഇവനാണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. അപ്പോൾ ആദ്യം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. സോ ബേസിക്കലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ജസ്റ്റ് ബിഫോർ ദാറ്റ് നമ്പർ. ഓക്കെ, അതായത് 0, 1, 2, 3 നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്പർ ലൈനിൽ പല നമ്പേഴ്സ് ഉണ്ട്. ഞാൻ 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കുള്ള ഒരു നമ്പർ കൺസിഡർ ചെയ്യണം. ലെറ്റ്സ് സപ്പോസ് 0.9. എന്നിട്ട് ഞാൻ ഈ 0.9ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എത്രയാണെന്ന് ചോദിക്കുക. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 0.9ന് തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ വാല്യൂ എന്താണെന്ന് നോക്കും, വിച്ച് ഈസ് 0. തൊട്ട് മുമ്പുള്ള ഇറ്റ് ഈസ് കാര്യം ഈ 0.9 എന്ന് പറയുന്നത് 1നോടാണ് ക്ലോസർ ആയിട്ട് വരുന്നത്. പക്ഷേ അതെല്ലാം നോക്കുക, തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ വാല്യൂ എത്രയാണെന്ന് നോക്കും. സോ ഇറ്റ് വിൽ റിട്ടേൺ 0. സോ ലെറ്റ് സപ്പോസ് ഇവിടെ എൻ്റെ കയ്യിൽ -1 ഉണ്ട്, ഇവിടെ എൻ്റെ കയ്യിൽ -2 ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്പർ കൺസിഡർ ചെയ്യാണ് -1.7. ഓക്കെ, സോ എന്താ -1.7 ചെയ്യാം. ഇതിന് തൊട്ട് മുമ്പുള്ള ഗ്രേറ്റ് ഇൻറ്റിജർ വാല്യൂ എടുക്കും. തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ വാല്യൂ -2. So greatest integer of -1.7 will return to you -2. ഞാൻ ഇപ്പോൾ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവിൻ്റെ കേസുകളിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ജസ്റ്റ് ഈ ഡെസിമൽ പാർട്ടിനെ അങ്ങനെ ജസ്റ്റ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, നെഗറ്റീവിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റ് നമ്മൾ ഡെസിമൽ പാർട്ടിനെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉത്തരം കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൂടിയും പറഞ്ഞത്. പിന്നെ ഡെഫിനറ്റ്ലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എനി ഇൻറ്റിജർ, ഫോർ എക്സാമ്പിൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 എടുത്താൽ അത് ആ ഇൻറ്റിജർ തന്നെയായിരിക്കും. ഓക്കെ, അതിൽ പിന്നെ വേറെ ഡൗട്ടില്ല. ഓക്കെ, സോ ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്ന ഫംഗ്ഷനിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആയിക്കോട്ടെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ഈ എഫിൻ്റെ ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് x = 2. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ LHD എക്സിസ്റ്റ് ചെയ്യണം, RHD എക്സിസ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഓരോ ലിമിറ്റിൻ്റെ വാല്യൂസ് ആണ്. ഈ ലിമിറ്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം പരസ്പരം. സോ LHD എന്താ വരിക? ലിമിറ്റ് h ടെൻഡിങ് ടു 0 f(2 - 2 - h) divided by h. This is my LHD. My RHD is limit h tending to 0 f(2 + h minus f(2) divided by h. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റൂ? ഈ ഫംഗ്ഷൻ x = 2 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റൂ. ഇതിപ്പോൾ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് = ഒരിക്കലും എഴുതാൻ പറ്റില്ല. സോ ഞാൻ ഇവരെ ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ പോവാം. എന്നിട്ട് ഞാൻ ഈ രണ്ട് പേരുടെയും വാല്യൂസിനെ ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ അല്ലേ? സോ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ
ഫങ്ഷണൽ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്തായിരിക്കും? കറക്റ്റ് 2-ലെത്തുമ്പോൾ എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? എക്സ് മൈനസ് 1 എക്സ് ആണ്. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 2 ഈക്വൽ ടു 2-ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? ഇതാണ്. സോ ദിസ് വിൽ ബി 2 മൈനസ് 1 ടൈംസ് 2 മൈനസ് എഫ് ഓഫ് 2 മൈനസ് എച്ച്. 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2-ന് താഴെ പോയി. ഓക്കെ അല്ലേ? 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തായി? 2-ന് താഴെ പോയി. അപ്പോൾ അതായത് ഈ 2 മൈനസ് എച്ച് എന്ന് പറയുന്ന നമ്പർ 1-നും 2-നും ഇടയ്ക്കുള്ള വളരെ അടുത്തുള്ളൊരു നമ്പറാണ്. 2-ന് വളരെ ക്ലോസ് ആയിട്ടുള്ള 1-നും 2-നും ഇടയ്ക്കുള്ളൊരു നമ്പറാണ്. കാരണം എച്ച് എന്ന് പറയുന്നത് ടെൻഡിങ് ടു 0 അല്ലേ. സോ 2 മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് അത്ര താഴെ പോവില്ല. ജസ്റ്റ് 2-ന് വളരെ ക്ലോസ് ആയിരിക്കും, എന്നാൽ അത് 1-നും 2-ൻ്റെ ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രത്യേകത. ഈ 2 മൈനസ് എച്ച് എന്ന് പറയുന്ന നമ്പർ, അപ്പോൾ ഇത് 2-ന് മുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ എഫ് ഓഫ് 2 മൈനസ് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഈ ഡെഫിനിഷനാണ്. കാരണം 2-ന് മുമ്പുള്ള എല്ലാ നമ്പറുകൾക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഫസ്റ്റ് ഡെഫിനിഷനാണ്. ഫസ്റ്റ് ഡെഫിനിഷനിൽ എന്താ പ്രത്യേകത? ഫസ്റ്റ് ഡെഫിനിഷനിൽ 2 പാർട്ട് ഉണ്ട്. ഒരു എക്സ് പാർട്ട് ഉണ്ട്. ആ എക്സ് പാർട്ട് പിന്നെ വലിയ പ്രശ്നമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി 2 മൈനസ് എച്ച്. ഒരു മോഡ് എക്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സ് പാർട്ട് ഉണ്ട്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് എക്സിനാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2 മൈനസ് എച്ച് എന്ന് പറയുന്നത് 1-നും 2-നും ഇടയ്ക്കുള്ള 2-ന് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്താ ചെയ്യുക? ഇതിന് തൊട്ട് മുമ്പത്തെ ഇൻറ്റീജറിനാണ് റിട്ടേൺ ചെയ്യുക. ഇതിന് തൊട്ട് മുമ്പത്തെ റിട്ടേൺ ഇൻറ്റീജർ ആരാ? 1. അവനാണ് റിട്ടേൺ ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ. അപ്പോൾ നമുക്കിവിടെ 1 കിട്ടും. ഇനി നമ്മൾക്ക് സെക്കൻഡ് ഓക്കെ. ഇനി നമുക്ക് താഴത്ത് പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. താഴത്ത് നമുക്ക് ഇപ്പോഴും വെച്ച് തന്നെയാണ്. ഇപ്പോൾ റെഡി. താഴത്ത് ഇപ്പോഴും നമുക്ക് എച്ച് തന്നെയാണ്. സോ ഇനി ഇത് സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിംപ്ലിഫൈ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 2 മൈനസ് 1 1 ഇൻറ്റു 2 2 മൈനസ് 2 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് മൈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് 1 ആണ്. സോ എഫ് ഡാഷ് ഓഫ് 2 മൈനസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാ? 1. ഇനി ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതൊന്നും അങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആദ്യം എഫ് ഓഫ് 2 പ്ലസ് എച്ച് വേണം. ഓക്കെ, അപ്പോൾ 2 പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഏതാ? 2 പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റ് നമ്പർ ലൈനിൽ 2-നെക്കാട്ടും തൊട്ട് മുകളിലായിരിക്കും കിടക്കുക. ഓക്കെ, 3 എത്തില്ല, ബട്ട് 2-നെക്കാട്ടും ജസ്റ്റ് ഗ്രേറ്റർ തന്നെ ആയിരിക്കും. 2-നെക്കാട്ടും ജസ്റ്റ് ഗ്രേറ്റർ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് ആണ്. സോ എഫ് ഓഫ് 2 പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? എക്സിൻ്റെ സ്ഥാനത്ത് 2 പ്ലസ് എച്ച് മൈനസ് 1 ടൈംസ് മറ്റേ എക്സിൻ്റെ സ്ഥാനത്ത് 2 പ്ലസ് എച്ച് എന്ന് വരും. യെസ്. പിന്നെ എഫ് ഓഫ് 2 പിന്നെ ഇപ്പോഴും ഡൗട്ടില്ല. എഫ് ഓഫ് 2 നമ്മൾ എടുക്കേണ്ടത് ഇതേ ഫംഗ്ഷൻ തന്നെയാണ്. സോ അത് നമ്മൾ നേരത്തെ തെളിയിച്ചു. 2 മൈനസ് 1 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇതായിരിക്കും എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വാല്യൂസിനെയും കൂടി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. സോ ദാറ്റ് വിൽ ലീവ് മീ വിത്ത് എഫ് ഓഫ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 2 പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ 2 പ്ലസ് എച്ച് മൈനസ് 1 ടൈംസ് 2 പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 2ൻ്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ വെറും എച്ച് എന്ന് വരും. Now to solve this, we'll have to obviously simplify this. So that will be limit h tending to 0. Multiply ചെയ്ത് നോക്കുക ബ്രാക്കറ്റിന്. സോ 2 4 പ്ലസ് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഈ എച്ചിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു h² കിട്ടും. ഈ 2-നെ എച്ചിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കേസ് എനിക്കിതിനെ എങ്ങനെ പറയാം? എനിക്കിതിനെ h പ്ലസ് 1 എന്ന് പറയാം. 2 മൈനസ് 1 അല്ലേ. സോ ദിസ് വിൽ ബി h² പ്ലസ് 2h പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 3h എന്ന് വരും. ഇത് ചെയ്ത് നോക്കിക്കോട്ടോ. 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 2 വരും. മൈനസ് 2 ഡിവൈഡഡ് ബൈ
എച്ച് എന്ന് വരും. സോ ദിസ് വിൽ ബി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് സ്ക്വയർ പ്ലസ് 3h ഡിവൈഡഡ് ബൈ വെറും എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 3. സോ എനിക്ക് എൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് എനിക്ക് എത്ര കിട്ടിയേക്കണം? 3 കിട്ടിയേക്കണം. എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 1ഉം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 3ഉം രണ്ടുപേരും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഇതുകൊണ്ട് തന്നെ എന്താവും? 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷനിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സോറി, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ എഫ് ഡാഷ് 2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് ഇവിടുത്തെ കാര്യം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിനി ഇതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണോ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇനി ഇതേ ലോജിക്ക് തന്നെയാണ് സ്പീഡ് റൺ ചെയ്യാം. എൽ എച്ച് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. എൽ എച്ച് ഡി എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എഫ് ഓഫ് 0 മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ വെറും എച്ച്. ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 0 തന്നെ, മൈനസ് 0 മൈനസ് എച്ച്. അതായത് 0 അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും വലിയ കാര്യത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡെഫിനിഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. സോ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 0 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എച്ചിൻ്റെ ഹോൾ സ്ക്വയർ ടൈംസ് സൈൻ 1 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് എച്ച് വരും. 0 മൈനസ് എച്ച് അല്ല, മൈനസ് എച്ച് തന്നെയല്ലേ, ഡിവൈഡഡ് ബൈ വെറും എച്ച് വരും. So this will be equal to limit h tending to 0 negative h square sin minus 1 divided by h എന്ന് വരും. ഇവിടെ നിന്ന് ഒരു h ഇങ്ങനെ പോകും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈൻ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഓൾവേസ് പ്രൊഡ്യൂസസ് വാല്യൂസ് ബിറ്റ്വീൻ -1 and 1. അതായത് എപ്പോഴും എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും വിത്ത് വാല്യൂസ് ബിറ്റ്വീൻ -1 and 1. ഓക്കെ, സോ എച്ച് 0ലേക്ക് പോകുമ്പോൾ -1/h എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അതായത് ഈ സൈൻ എന്ന് പറയുന്ന വാല്യൂ -1 + 1ൻ്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും ആ വാല്യൂ -1 + 1ൻ്റെ ഉള്ളിലേക്ക് കിടക്കും. അതിന് പുറത്തേക്ക് എന്തായാലും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എച്ച് 0ലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ, ഈ എച്ച് 0ലേക്ക് ആക്റ്റീവ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ലിമിറ്റിൻ്റെ ഫുൾ വാല്യൂ വരെ 0 എന്നാണ്. അതായത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈ ഒരു കേസിൽ വരിക എത്രയാണ്? 0 എന്നാണ് വരിക. ഇനി ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന് കണ്ടുപിടിക്കുക ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ വെറും എച്ച് എന്ന് വരും. എഫിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആൾ 0 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ ഇത് ഡയറക്റ്റ് ഉപയോഗിച്ചാൽ മതി. സോ ദിസ് വിൽ ബി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എച്ച് സ്ക്വയർ സൈൻ 1/h മൈനസ് എഫ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 0 തന്നെ. അപ്പോൾ പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ വെറും എച്ച് എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് കളയുക. ഒരു എച്ച് ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ, അത് മറക്കരുത്. നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 + 1 ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാക്കി എച്ച് ആണ് ആകെയുള്ള ഉത്തരവാദി. സോ ഈ ഫുൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0ലേക്കാണ് പോവുക. അപ്പോൾ RH എനിക്ക് എന്തെന്ന് കിട്ടി? എൻ്റെ ഇവിടെ RH എനിക്ക് എത്ര തന്നെ കിട്ടി? എൻ്റെ RHDയുടെ വാല്യൂ എനിക്ക് കിട്ടി 0 ആണ്. സോ LHDയും 0 തന്നെ, RHDയും 0 തന്നെ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് x = 0. അതെ, ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? x = 0 തന്നെ. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുക. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. സോറി, ഡിഫറൻഷ്യബിലിറ്റി വെരിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതേ പരിപാടി തന്നെ ഈസി ആയിട്ട് ഇനി ഡൂവബിൾ ആണ്. LHD കണ്ടുപിടിക്കുക. LHD എന്താ വരിക? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഓഫ് 2 ഈ ഡെഫിനിഷനാണ് എടുക്കേണ്ടത്. സോ 1 + 2 എന്ന് പറയുമ്പോൾ 3 മൈനസ് എഫ് ഓഫ് 2 മൈനസ് എച്ച്. 2 മൈനസ് എച്ച് എന്ന് പറയുന്നത് ലെസർ തന്നെയാണ്. അപ്പോൾ ഈ കാറ്റഗറിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. സോ 1 + 2 മൈനസ് എച്ച്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനി സ്പെഷ്യലായിട്ട് പറയണില്ല. ഇതേ ലോജിക്ക് തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും, ഈക്വൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇത്രേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ എച്ച്.
സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, 3 - 1 - 2. അപ്പോൾ ഇത് ബേസിക്കലി ഒരു 1 + 2 എന്ന് പറയുമ്പോൾ 3 - h എന്നാണ് വരിക. 3 - 3 എന്ന് പറയുമ്പോൾ 0, മൈനസ് ഓഫ് മൈനസ് എച്ച് എന്ന് പറഞ്ഞെങ്കിൽ പോസിറ്റീവ് എച്ച്, എച്ച് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരും. ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോണതാ. ഇത് നമുക്ക് 1 എന്ന് വരും. LHDയുടെ വാല്യൂ കിട്ടി എനിക്ക് 1 ആണ്. RHDയുടെ വാല്യൂ കണ്ടുപിടിക്കാം. RHDയുടെ വാല്യൂ ഇതേ രീതിയിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, എഫ് ഓഫ് 2 + h മൈനസ് എഫ് ഓഫ് 2 എന്ന് വരും. എഫ് ഓഫ് 2 + h ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനാണ് എടുക്കേണ്ടത്. സോ ദിസ് വിൽ ബി മൈനസ് എഫ് ഓഫ് 5 - 2 + h മൈനസ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ വെറും h. ഓക്കെ, സോ 5 - 2 3, ആ 3 - 3 0, 5 മൈനസ് ഇവിടെ നിന്ന് ഒരു മൈനസ് ഇൻറ്റു പോസിറ്റീവ് എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് എച്ച് എന്ന് വരും. ദിസ് വിൽ ബി ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, നെഗറ്റീവ് എച്ച് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു -1. അപ്പോൾ എൻ്റെ LHDയും 1, RHDയും -1 ഈക്വൽ അല്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 2. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x - 5 ഇസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 5. ഇത് ചെയ്യാനായിട്ട് 2 മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ആദ്യം ഒരു സ്റ്റെപ്പ് 1 കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പ് 2 കാണിച്ചു തരാം. ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് ഇൻ മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ മോഡ് ഓഫ് x - 5ൻ്റെ ഗ്രാഫ് അറിയാമെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് യുവർ സ്റ്റെപ്പ് 1. സോ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ദിസ് ബി യുവർ x ആക്സിസ് ആൻഡ് ലെറ്റ് ദിസ് ബി യുവർ y ആക്സിസ് ആൻഡ് ലെറ്റ് ദിസ് ബി യുവർ പോയിന്റ് x = 5. ഈ മോഡ് x - 5ൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബി ഓഫ് സംതിങ് ഓഫ് ദിസ് ഫോം. അങ്ങനെ അങ്ങോട്ട് പോവും, ഇങ്ങനെ ഇങ്ങോട്ടും പോവും. ഇതാണ് ഈ മോഡ് x - 5ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരിക? ദിസ് ഹിയർ ഇറ്റ് വിൽ ബി x - 5 തന്നെ. ഇവിടെ എന്താ വരിക? ഇവിടെ 5 - 6 എന്നാണ് വരിക. ഇതാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ x = 5 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താ? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് വരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഷാർപ്പ് കോർണറാണ്. ഇതെന്താ? ഷാർപ്പ് കോർണറാണ്. നമുക്കറിയാം ഷാർപ്പ് കോർണറുകൾ വരുന്ന പോയിന്റുകൾ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ അല്ല. ദിസ് ഈസ് വൺ വേ ഓഫ് ഷോയിങ് ദിസ്. ദ നെക്സ്റ്റ് വേ ഈസ് പ്യൂർലി ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ മീൻസ്. ഇതിപ്പോൾ ജോമെട്രിക്കൽ മീൻസ് ആയിരുന്നില്ലേ? ദ സ്റ്റെപ്പ് 2 ഓഫ് ഡൂയിങ് ദിസ് ഇസ് യൂസിങ് മാത്തമാറ്റിക്കൽ മീൻസ്. അത് ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് x - 5 ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ആക്ച്വലി നമുക്ക് ബ്രേക്ക് ചെയ്യാം. മോഡുലസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. അതെങ്ങനെ ബ്രേക്ക് ആവുക? 5 - x എന്ന് വരും ഇഫ് യുവർ x ഇസ് ലെസ്സർ ദാൻ ഈക്വൽ ടു 5, ആൻഡ് x - 5 എന്ന് വരും ഇഫ് യുവർ x ഇസ് ഗ്രേറ്റർ ദാൻ 5. ഇങ്ങനെയാണ് ഈ മോഡിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ബ്രേക്ക് വരിക. ഓക്കെ, നിങ്ങൾ സംശയം ഉണ്ടെങ്കിലോ ലോകത്തിലത്തെ ഏത് നമ്പർ ആണെങ്കിലും ഈ ഫംഗ്ഷൻ്റെ മെത്തേഡ് വെച്ചിട്ട് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഇട്ട് നോക്കിക്കോ, മോഡ് x - 5 ഇടുന്ന അതേ ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് താഴത്തെ ഫംഗ്ഷനിൽ നിന്നും കിട്ടുക. ബേസിക്കലി ദാറ്റ് ഇസ് വൺ വേ ഓഫ് റീസണിങ്. ഓക്കെ, ഇത് ആവണതിനൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നത്? അത് ഞാൻ പറഞ്ഞ കാരണമൊന്നുമല്ല, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം അത് നിങ്ങൾക്കൊരു വെരിഫൈ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ്. ഞാനിത് എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ എന്നറിയാം. ഓക്കെ, ലോകത്തിൽ ഏത് നമ്പർ വേണമെങ്കിലും മേളിലിട്ടോ, ഓക്കെ, അതുപോലെ താഴത്തെ ഫംഗ്ഷനിലിട്ടോ നിങ്ങൾക്ക് രണ്ട് സൈഡിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടുക, ഒരു ആൻസർ കിട്ടുക. എനിവേസ്, സോ ഇനി ഈ ഒരു ഫംഗ്ഷൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഫംഗ്ഷൻ x = 5 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. എന്താ പണി? ഒരു പണിയില്ല. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ദിസ് വിൽ ബി ലിമിറ്റ് h ടെൻഡിങ് ടു 0, എഫ് ഓഫ് 5 എന്ന് പറയുന്നത് എത്രയാ? അതായത് ഇതിൻ്റെ ഉള്ളിൽ 5 ഇട്ടെ, എക്സിൻ്റെ സ്ഥാനത്ത് x = 5 എന്നിട്ട് എഫ് ഓഫ് 5 എത്ര വരിക? 0 എന്നല്ലേ വരിക? സോ 0 മൈനസ് എഫ് ഓഫ് 5 മൈനസ് h. 5 മൈനസ് h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5നെക്കാട്ടും താഴ്ന്നിട്ടുള്ള ആൾക്കാരായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഡെഫിനിഷൻ ഉപയോഗിക്കേണ്ടത്? ഈ ഡെഫിനിഷൻ ഉപയോഗിക്കേണ്ടത്. സോ 5 മൈനസ് h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഫംഗ്ഷൻ 5 മൈനസ് h. ഇതൊക്കെ സമാധാനം പോലെ എഴുതി നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് വരണത്, എന്തുകൊണ്ടാണ് വരണതെന്നൊക്കെ. ഡിവൈഡഡ് ബൈ വെറും h. സോ ദിസ് വിൽ ബി ലിമിറ്റ് h ടെൻഡിങ് ടു 0. ഇവിടുന്ന് 5 - 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, മൈനസ് ഓഫ് മൈനസ് h പോസിറ്റീവ് h, ആ പോസിറ്റീവ് h ഇവിടുത്തെ മൈനസ് h കൂടി വരുമ്പോൾ -h/h എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു -1.
സോ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കിട്ടി -1 ആണ്. ഇതേ രീതിയിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of 5 plus h. 5 plus h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷനാണ് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് വിൽ ബി 5 പ്ലസ് h മൈനസ് 5 മൈനസ് f of 5. f of 5 എത്ര 0 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിവൈഡഡ് ബൈ ഇത് എത്ര വരിക? ദിസ് ഇസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 5 വെട്ടിക്കളയും, പിന്നെ ഇവിടെ h മാത്രമേ h എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 1 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കിട്ടിയേക്കുന്നത് -1, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കിട്ടിയേക്കുന്നത് വന്ന് എന്തായാലും ഡിഫറൻഷ്യബിൾ ആണോ? ഡിഫറൻഷ്യബിൾ അല്ല. സോ ദിസ് ഇസ് ദ മോർ ആക്യുറേറ്റ് വേ. നിങ്ങളോട് സ്കൂൾ എക്സാംസിലൊക്കെ ചോദിക്കുന്ന നേരത്ത് ഇതാണ് കൂടുതൽ കാണിക്കേണ്ടത്. കാരണം ഇത് പ്രോപ്പറായിട്ട് മാത്തമാറ്റിക്കലി നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിക്കുകയാണ്. LHD RHDക്ക് ഈക്വൽ ആവില്ല, അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിൾ ആവില്ല എന്ന്. പക്ഷേ ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് 1 ഉപയോഗിക്കാൻ പറ്റും. ബേസിക്കലി ഗ്രാഫ് അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഷാർപ്പ് കോർണർ വരുന്ന ഒരു പോയിന്റ് നമുക്ക് ഡിഫറൻഷ്യബിൾ ആവില്ല. ആ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആണ്, കാരണം ബ്രേക്ക് വരുന്നില്ല. അത് ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവുക. പക്ഷേ ഷാർപ്പ് കോർണർ വരുന്ന കാരണം ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 24th ക്വസ്റ്റ്യൻ. ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. f of x plus y is equal to f of x into f of y. എനിക്കിങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള വേഗമായിട്ടുള്ള ഇക്വേഷൻ തന്നേക്കാണ്, ഒരു ഫംഗ്ഷൻ്റെ ഒരു വഴി രീതി. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഈ ഫംഗ്ഷൻ 0ൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഗിവൺ ഡേറ്റനെ ഞാൻ ഓർഗനൈസ് ചെയ്യണേ. എനിക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനാണ് ഞാൻ ഈ ആദ്യം ഓർഗനൈസ് ചെയ്യണേ. സോ ഓൾ ദീസ് ദാറ്റ് ഐ എം സെയിങ് ഇസ് മൈ ഗിവൺ ഡേറ്റ. ഓക്കെ, ഓക്കെ. രണ്ടാമത്തെ തന്നേക്കണേ, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് എനിക്ക് വേണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ f'(0) ഇസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ f'(x) ഇസ് ഈക്വൽ ടു 2fx ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം എനിക്ക്. ഇതെങ്ങനെ ചെയ്യുന്നതാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ സാധനത്വമാണ് f of x plus y. ഓക്കെ, ഇസ് ഈക്വൽ ടു f of x into f of y. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന, ആൻഡ് ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല എന്നും കൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിവേസ് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സിൻ്റെ സ്ഥാനത്തും വൈൻ്റെ സ്ഥാനത്തും 0 എന്ന് കൊടുക്കാനായിട്ട് പോവാം. അപ്പോൾ എനിക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ f of 0 plus 0 ഇസ് ഈക്വൽ ടു f of 0 ഇൻറ്റു f of 0 എന്ന് കിട്ടും. ഇത് എന്താണ് ചെയ്യണമെന്ന് ഇപ്പോൾ 2 സെക്കൻഡിൽ ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ f of 0 plus 0 എന്ന് പറയുമ്പോൾ f of 0 ഇസ് ഈക്വൽ ടു f of 0 സ്ക്വയർ എന്ന് കിട്ടും. അതായത് f of 0 the whole square മൈനസ് f of 0 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഞാൻ f of 0നെ ഒരു തവണ കോമൺ എടുത്താൽ ദിസ് വിൽ ബി f of 0 മൈനസ് 1 ഈക്വൽസ് ടു 0. അതായത് ഇവിടെ നിന്ന് എനിക്ക് എന്തെന്ന് പറയാം, f of 0 ഇസ് ഐദർ ഈക്വൽ ടു 0 ഓർ f of 0 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. പക്ഷേ ഓൾറെഡി ഫംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ട് f of x വിൽ നെവർ ബി ഈക്വൽ ടു 0. അതായത് എക്സിൻ്റെ വാല്യൂ ഞാൻ എന്തിട്ട് കൊടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ റിജക്ട് ചെയ്യാം. ദെർഫോർ മൈ f of 0 ഇസ് 1. അപ്പോൾ ബേസിക്കലി ഞാനിപ്പോൾ ഇത്ര നേരം വരെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള, എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു വേഗമായിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നമ്പറിൻ്റെ, അതായത് എക്സിൻ്റെ വാല്യൂ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമ്പർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്ത് വാല്യൂ കിട്ടും ഞാൻ ഡിറൈവ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ പ്രൂവ് ചെയ്യേണ്ട സാധനം പ്രൂവ് ചെയ്യാനായിട്ട്, അതാണ് നമ്മുടെ ചോദ്യം. സോ നമ്മളോട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് f'(0) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. ഈ f'(0) എന്താ, ലിമിറ്റ് h ടെൻഡിങ് ടു 0 f of 0 plus h minus f of 0 divided by h. അതായത് നമുക്കറിയാം ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഒരേ വാല്യൂ ആയിരിക്കണം. ആ വാല്യൂ ആണ് പിന്നെ ഇവിടുത്തെ ആ പോയിന്റിലത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. അതായത് f'(0) 2 ആവണമെങ്കിൽ ആ 0 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 2 ആവണം, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെയും വാല്യൂ 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുക. സോ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂവിനെ പിടിച്ചിട്ട് 2 എന്ന് പറയാം, തെറ്റില്ലല്ലോ.
രണ്ടുപേരും ഈക്വൽ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 2 തന്നെയാണ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും 2 തന്നെയാണ്. ഞാൻ ഒരാളെടുത്തു, അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഞാൻ അതിനെ 2 എന്ന് വിളിച്ചു. ഇനി നമ്മളോട് ഓൾറെഡി ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. അതായത് ഈ എഫ് ഓഫ് 0 പ്ലസ് എച്ചിന് പിടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് 0 ഇൻറ്റു എഫ് ഓഫ് എച്ച് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതും വേണമെന്നില്ല. ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ മനസ്സിലാവും. വലിയ കാര്യമായിട്ട് നമ്മളങ്ങനെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എച്ച് എന്ന് കിട്ടും. എഫ് ഓഫ് 0 നമുക്ക് ഓൾറെഡി അറിയാം 1 ആണ്. അപ്പോൾ പിന്നെ അതങ്ങനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് ബുദ്ധി. ഡിവൈഡഡ് ബൈ പിന്നെ ഒരു എച്ച് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് 2. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരും. ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഈ ഇമീഡിയറ്റ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യം വരും. ഈ ലിമിറ്റിൻ്റെ വാല്യൂ. ഇത് എല്ലാ കേസുകളിലും ആപ്ലിക്കബിൾ ഒന്നും അല്ല കേട്ടോ. ഏത് ഫംഗ്ഷൻ എടുത്താലും അതിൻ്റെ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 ഇങ്ങനെ വരുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഈ ഒരു ഫംഗ്ഷന് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മളെങ്ങനെ ഇതിലേക്ക് പ്രൂവ് ചെയ്യും? അതാണ് നമ്മുടെ കൺസെപ്റ്റ്, അതാണ് നമ്മുടെ ചോദ്യം. സോ ബേസിക്കലി നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യണ്ടേ? എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൽ എച്ച് ഡി ആർ എച്ച് ഡി ഈക്വൽ ആവില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫ് ഡാഷ് എക്സിനെ പിടിച്ചിട്ട് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞൂടെ? ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉപയോഗിക്കേണ്ടത്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. ഓക്കെ, സോ ഈ ഒരു സാധനത്തിന് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിന് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. സോ ദെൻ ഐ വിൽ ബി ലെഫ്റ്റ് വിത്ത് ഇവിടുന്ന് എഫ് ഓഫ് എക്സ് പ്ലസ് വൈയിൽ നിന്ന് ഒരു എഫ് ഓഫ് എക്സിനെ കോമൺ എടുത്താൽ എഫ് ഓഫ് വൈ എന്ന് കിട്ടി. ഇവിടുന്ന് എഫ് ഓഫ് എക്സ് മൊത്തമായി പോയാൽ നമ്മുടെ കയ്യിൽ -1 വരും. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലേ ക്ലിയർ ആവും. ഇതെങ്ങനെ കോമൺ എടുത്ത് ആദ്യം നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതിന് കഴിഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സിൽ നിന്ന് ഒരു എഫ് ഓഫ് എക്സിനെ കോമൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വന്നിരുന്നു. ഡിവൈഡഡ് ബൈ എച്ച്. ഇത് വൈ അല്ല അല്ലേ, ഇത് എച്ച് ആണ്. അതുപോലെ ഇതും വൈ അല്ല, ഇതും എച്ച് ആണ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ അല്ലേ, അതെന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സം കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ടൈംസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എച്ച് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. ഈ ബ്രാക്കറ്റിൻ്റെ വാല്യൂനല്ലേ നമ്മൾ പിടിച്ചിട്ട് 2 എന്ന് പറഞ്ഞേ. സോ ഇത് വാല്യൂ എന്ത് വരിക? 2 എഫ് ഓഫ് എക്സ് എന്ന് വരില്ലേ? സോ നമ്മുടെ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2 ടൈംസ് എഫ് ഓഫ് എക്സ് കിട്ടി. ഓക്കെ ആണോ? സോ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ സെൻസ് നമുക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. സോ കീപ് ട്രാക്ക് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വൺ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിഫറൻഷിയേഷൻ ക്വസ്റ്റ്യൻസിലേക്ക് കയറി തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇതിൻ്റെ ലിമിറ്റ്സും കാര്യങ്ങളും, ലിമിറ്റ്സ് അല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റേ ഓപ്പറേഷൻസ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയണം. അതുകൂടാതെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള് പോലത്തെ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് ബേസിക്കലി സോൾവ് ചെയ്യുമ്പോൾ ട്രാക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. സോ 25th ക്വസ്റ്റ്യൻ. ഡി ബൈ ഡി എക്സ് ഓഫ് 2 cos square 2 raised to cos square x. എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു എക്സ് ടൈംസ് ln എ ആണ്. അതായത് നമ്മൾ 2 റേസ് ടു എക്സിന് ഇപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ കോസ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 2 cos എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്ര? മൈനസ് സൈൻ എക്സ് ആണ്. സോ ഇതെന്താ വരിക?
this will be equal to 2 cos square 2 raised to cos square x ln 2 times 2 cos x times negative sin x എന്ന് വരും. Okay അല്ലേ? So this is the answer for your first problem. Moving on to the next problem. d by dx of, അപ്പോൾ 25 കഴിഞ്ഞ് d by dx of 8 raised to x divided by x raised to 8. ഇതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കണം. സോ കോഷ്യൻ്റ് റൂൾ എന്താ പറയണേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 8 raised to x എന്താ വരിക? 8 raised to x ln 8 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് 8 x raised to 8 എന്തായിരിക്കും? 8 into x raised to 7 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അതായത് x raised to 16 എന്ന് വരും. സോ ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് x raised to 7 വേണമെങ്കിൽ കോമൺ എടുക്കാം. ദാറ്റ് വിൽ ബി x ഇൻറ്റു 8 raised to x ln 8 മൈനസ് 8 raised to x കോമൺ എടുക്കാമല്ലോ അല്ലേ? ശരിയാ, ഞാൻ എന്തൊക്കെ കാട്ടണേ. 8 raised to x കോമൺ എടുത്തു, x raised to 7 കോമൺ എടുത്തു. സോ ഉള്ളിൽ ഇവിടെ ഒരു x ബാക്കിയുണ്ട്, പിന്നെ ഒരു ln 8 മൈനസ് ഇവിടുന്ന് 8 raised to x പോയി 8 x raised to 7 പോകുമ്പോൾ നമ്മുടെ x raised to 7 വരും. ഡിവൈഡഡ് ബൈ x raised to 16. ഇത് പോവും. ഇവിടെ നമുക്ക് x raised to 9 എന്നല്ലേ വരിക? 16, 17, 10, അതെ 9 വരും. സോ ദിസ് ഇസ് യുവർ ആൻസർ. 8 raised to x നാച്ചുറൽ ലോഗാരിതം ഓഫ് 8 ടൈംസ് x മൈനസ് 8 ഡിവൈഡഡ് ബൈ x raised to 9. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 26 കഴിഞ്ഞു, 25 കഴിഞ്ഞു, 27. d by dx ഓഫ് log x പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ എന്താ കിട്ടുക? 1 by എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി ചെയിൻ റൂൾ പ്രകാരം എക്സ് സ്ക്വയർ പ്ലസ് എ. ഇനി ചെയിൻ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആളാരാ? എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടുക? 1 കിട്ടും. പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 by 2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഇൻറ്റു ഇനി നമുക്ക് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. ഈ 2 പോയാൽ you are left with x ഇത്ര വേണ്ട, ഇത്ര മതി. എക്സ് വേറെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. +1 അല്ലല്ല, എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. കോമൺ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ ദെൻ അടിയിൽ എന്ത് വരിക? എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഈ എ സ്ക്വയർ അവിടെ നിന്ന് പറഞ്ഞാൽ അതെ ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങോട്ട് വരുന്നതാണ്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരുന്നത് അറിയാണ്ട് കേട്ടോ. സ്ക്വയറിലെ ക്വസ്റ്റ്യൻ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്തുണ്ടാവും? ഇവൻ മൊത്തം ഇവനെ വെട്ടിക്കളയും. യു ആർ ലെഫ്റ്റ് വിത്ത് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ. ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. അങ്ങനെ 27 കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഡി വൈ ഡി എക്സ് ഓഫ് ലോഗ് ഓഫ് ആദ്യത്തെ നമ്മൾ ലോഗിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് റേസ്റ്റ് 5 എന്ന് വരും. ലോഗ് എക്സ് റേസ്റ്റ് 5 എന്ന് വരും. ഇൻറ്റു രണ്ടാമത്തെ ലോഗിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വെറും ലോഗ് എക്സ് റേസ്റ്റ് 5 എന്ന് വരും. ഇനി നമ്മൾ മൂന്നാമത്തെ ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ
താഴെ വെറും എക്സ് റേസ് ടു 5 എന്ന് വരും. ഇനി നമ്മൾ ഈ എക്സ് റേസ് ടു 5 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 ടൈംസ് എക്സ് റേസ് ടു 4 എന്ന് വരും. അത് വെച്ചോടെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇത് വരും. അപ്പോൾ ആൻസർ ഫൈനൽ ആൻസർ എന്ത് വരിക? 5 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ലോഗ് എക്സ് റേസ് ടു 5 ഇൻറ്റു ലോഗ് ഓഫ് log x raised to 5. This will be a final answer. Moving on to question number 29. d by dx of sin root x plus cos square root x. അപ്പോൾ ആദ്യം നമുക്ക് സൈനർ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇനി റൂട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. റൂട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് എന്ന് കിട്ടും. ആ വാങ്ങിയില്ലേ പ്ലസ് ആദ്യം നമുക്ക് കോസ് ഡി സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 കോസ് റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് സൈൻ റൂട്ട് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് റൂട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 29 വരെ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 30. 9 കഴിഞ്ഞു 30. ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഈ റേസ് ടു എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ എൻ സൈൻ റേസ് ടു n മൈനസ് 1 ടൈംസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ എന്നിനെ റേസ് ടു എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇനി നമ്മൾ സൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോസ് കിട്ടും. ഉള്ളിലത്തെ ആൾക്കാരൊന്നും ചെയ്യേണ്ട, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അങ്ങനെ നമ്മൾ ഈ സൈൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനത്തിന് കിട്ടും. ഈ സാധനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ax പ്ലസ് ബി എന്ന് കിട്ടും. ദിസ് വിൽ ബി ദ റിക്വയർഡ് സൊല്യൂഷൻ. ഇതൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് സമാധാനം പോലെ ചെയ്ത് നോക്കുക. ആദ്യം റേസ് ടു എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു പടി ഉള്ളിലേക്ക് വരിക. അപ്പോൾ നമ്മൾ സൈൻ കിട്ടും. ആ സൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഉള്ളിലേക്ക് പോകുക. കോമ്പോസിറ്റ് ഫംഗ്ഷൻസുകൾക്കാണ് ഇപ്പോൾ ഇതൊക്കെ ചെയിൻ റൂൾ അല്ലേ. സോ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി സൈൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ദ ഹോൾ റേസ് ടു ദ പവർ എൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഈ റേസ് ടു എന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഉള്ളിലേക്ക് വന്നു. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒരു ആദ്യം കാണുന്നത് ഞാൻ ഈ സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഉള്ളിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവർ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഈ രീതിയിലാണ് ഈ സാധനം പോവുക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അത് ഏത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോകേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഭയങ്കര എളുപ്പമായിരിക്കും. ഡെറിവേറ്റീവ്സിലല്ലെങ്കിൽ അത്ര പ്രോബ്ലംസ് ആൾക്കാർക്ക് ആർക്കും വരാറില്ല. ഇനി ഇത് 31 ഇതാ വീണ്ടും ആദ്യം കോസ് ആണ് കാണുന്നത്. അപ്പോൾ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് സൈൻ കിട്ടും. tan റൂട്ട് എക്സ് പ്ലസ് 1. ഇനി ഞാൻ ഉള്ളിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ടാൻ കണ്ടു. ഓക്കെ, ടാൻ കാണുമ്പോൾ ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്നിട്ട് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് പ്ലസ് 1. ഇനി ഞാൻ ഉള്ളിലേക്ക് പോയപ്പോൾ എനിക്ക് റൂട്ട് എക്സ് പ്ലസ് 1 കണ്ടു. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്നിട്ട് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് പ്ലസ് 1. ഒരു മിനിറ്റ്. ഓക്കെ, 2 റൂട്ട് എക്സ് പ്ലസ് 1. ഇനി നമ്മൾ റൂട്ട് എക്സ് പ്ലസ് 1ൻ്റെ ഉള്ളിലത്തെ റൂട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഉള്ളിലേക്ക് വരിക. അപ്പോൾ റൂട്ട് എക്സ് പ്ലസ് 1 ഉണ്ട്. എക്സ് പ്ലസ് 1 ഡിഫറൻഷ്യേറ്റ് പിന്നെ 1 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി യുവർ റിക്വയർഡ് ആൻസർ 31. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ. കുഴപ്പമില്ല. ആദ്യം നമുക്ക് സൈൻ എക്സ് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ സൈൻ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോസ് എക്സ് സ്ക്വയർ കിട്ടും. ഇനി എക്സ് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x കിട്ടും. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗം തീർന്നു. ഇനി ഇവനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 sin x എന്ന് കിട്ടും. ഇനി നമുക്ക് sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് cos x എന്ന് കിട്ടും. പ്ലസ് അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഇനി ഇതാ ഈ ഭാഗം ആദ്യം നമുക്ക് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 2 sin x സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് സൈനിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് cos x സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സ് സ്ക്വയറിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് യുവർ ആൻസർ. അങ്ങനെ 32 കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 33. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട്
എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ആദ്യം ഈ ഒരു സാധനത്തിന് ചെറുതായിട്ട് ഒന്ന് സിംപ്ലിഫൈ ഉണ്ട്. 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഈ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ ജസ്റ്റ് എക്സ് പ്ലസ് വൺ വരും. സോ ദിസ് വിൽ ബി എക്സ് പ്ലസ് വൺ മൈനസ് 1 ബൈ എക്സ് പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഇവൻ പോയിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ എക്സ് പ്ലസ് വൺ എന്ന് വരും. ഞാനിപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിൽ സോൾവ് ചെയ്തിട്ടുള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ബൈ എക്സ് പ്ലസ് വൺ എന്ന് വരും. അപ്പോൾ ഈ റൂട്ട് എക്സ് പ്ലസ് വൺ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റൂട്ട് എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് വരും. ഒരു മിനിറ്റ്, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഥ കഴിഞ്ഞിട്ടില്ല, കഥ തുടരണേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ജസ്റ്റ് ഈ സാധനത്തിൽ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൂ, അത് കാര്യമില്ല. ഇതുവരെ നമ്മൾ ഇതിൽ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൂ, കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് വണ്ണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ചെയിൻ റൂൾ പ്രകാരം. അപ്പോൾ ഇത് ചെയ്യാനൊരു മാർഗമുണ്ട് ആക്ച്വലി. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ആണ് 1/2 റൂട്ട് എക്സ്. അല്ലെങ്കിൽ പിന്നെ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ശരിയാ, ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സിനെ എനിക്ക് റൂട്ട് എക്സ് പ്ലസ് വൺ റേസ് ടു വെറും -1/2 എന്ന് എഴുതിക്കൂടെ? ഇനി ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോലെ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരിക? ആദ്യം -1/2 ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞിട്ട് എക്സ് പ്ലസ് വൺ റേസ് ടു -3/2 എന്ന് വരും. ഇനി നമ്മൾ എക്സ് പ്ലസ് വൺ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. സോ ബേസിക്കലി ഈ ഒരു ഭാഗത്തിൻ്റെ ഡെറിവേറ്റീവ് വരിക -1/2 ടൈംസ് എക്സ് പ്ലസ് വൺ ക്യൂബിൻ്റെ റൂട്ട് എന്നാണ് വരിക. സോ ദാറ്റ് വിൽ ബി യുവർ ആൻസർ. ഈ സെക്ഷൻ്റെ ദാറ്റ് വിൽ ബി യുവർ ആൻസർ. സോ ഇതൊക്കെ കൂടി സിംപ്ലിഫൈ ചെയ്ത് മെർജ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു പിന്നെ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത് -1/2 റൂട്ട് എക്സ് പ്ലസ് വൺ ദ ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സ് പ്ലസ് വൺ ഉണ്ട്, ഇവിടെ ഒരു എക്സ് പ്ലസ് വൺ ഉണ്ട്. ഇത് വെട്ടി വെക്കുമ്പോൾ ഇവിടെ ഒരു സ്ക്വയറാണ് വരിക. ആ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വരിക ബേസിക്കലി 1 ഡിവൈഡഡ് ബൈ ഈ റൂട്ട് എക്സിൽ ഒരു വ്യത്യാസമില്ല ഇൻറ്റു 2 ടൈംസ് എക്സ് പ്ലസ് വൺ എന്ന് വരും. കാരണം ഈ റൂട്ട് ഈ എക്സ് പ്ലസ് വൺ ക്യൂബിലത്തെ ഒരു എക്സ് പ്ലസ് വൺ ക്യൂബിനെ വെട്ടിക്കളയും, പിന്നെ സ്ക്വയറാണ് വരിക. ആ സ്ക്വയർ വരുന്നത് റൂട്ടിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ നമുക്ക് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഈ റൂട്ട് എക്സിന് പിന്നെ വെട്ടിക്കളയാൻ പ്രത്യേകിച്ച് ആരില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരും. Okay, so this is your next question's answer. This was question number 33.